ഹലോ. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ സ്വന്തം അംബിക ചേച്ചിയുടെ എടപ്പള്ളിയിലുള്ള വീട്ടിലാണ്. അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടന്റെ കൂടെയാണ് ചേച്ചി ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കുന്നത്. ഒത്തിരി പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. ലാസ്റ്റ് പടവും ഒന്നിച്ച് ഞങ്ങൾ ചെയ്തിട്ട് ചേട്ടൻ പോയതാണ്. തിരക്കിട്ടാണ് നമ്മൾ പോയത്. അന്ന് പറുദീസ എന്ന് പറഞ്ഞിട്ട് പടം. ഇവിടെ ഇരുന്നൊരു സാരിയാണ്. ഞാൻ കുറച്ച് തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണ്. ആർക്കും ഉണ്ടാവില്ല, ഇങ്ങനത്തെ സാരി ആർക്കും ഇല്ലല്ലോ. അതെ അതെ അതെ. ഇത് സാധാ ഒരു സാരിയില് നമ്മളാണെങ്കിൽ വേറൊരു പൈപ്പിംഗ് കൊടുത്തു അല്ലേ? ഇതിനൊക്കെ എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും? ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്. രസമുണ്ട്. വേണം കൊണ്ടുവെക്കോ, കുഴപ്പമില്ല. എന്റെ വകയായിട്ട് കയ്യിലിരുന്നോട്ടോ. ചേച്ചി എനിക്ക് സാരി തന്നു. അപ്പുറത്തൊരു കൃഷ്ണൻ ഇരിക്കില്ലേ, അതൊരു വലിയൊരു കൃഷ്ണൻ. ആ കൃഷ്ണനെ ഞാൻ കട്ടിലേക്ക് കടത്തുമായിരുന്നു. കാരണം തൊട്ടടുത്തൊക്കെ കള്ളന്മാര് കയറി ഭയങ്കര പ്രശ്നങ്ങളായേ. ഞാനിത് ഈ കൃഷ്ണനെ ഇവിടെ കൊണ്ട് എന്റെ കട്ടിലിന്റെ ഇവിടെ കിടത്തും. ഞാൻ ഇപ്പുറത്ത് കിടക്കും. ഇവിടെ തന്നെ കിടന്ന് ആരെങ്കിലും വരികയാണ് നോക്കിക്കോളാൻ പറഞ്ഞു. ചേച്ചി പിന്നെ ചേച്ചിയുടെ ഉറ്റ സുഹൃത്താണ് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അർച്ചന ചേച്ചി. ചേച്ചിയുടെ അടുത്ത് നമ്മള് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം, ഒരു വെങ്കലത്തിൽ തീർത്തൊരു സംഭവം ഇവിടെ ഉണ്ട്. ശബരിച്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എന്റെ മോനായിരുന്നു ശബരി. അതില് വർക്ക് ചെയ്യുമ്പോഴൊന്നും ആ ഒരു ഇത് കിട്ടുന്നുണ്ടായില്ല. കാരണം എപ്പോഴും ആ ഒരു ചിരിച്ച മുഖവും എന്നാൽ എപ്പോഴും നമ്മളോടൊക്കെ പറഞ്ഞു തരും, നല്ല ഇതായിട്ട് നിൽക്കണം, ശരീരം ശ്രദ്ധിക്കണം, അസിഡിറ്റി വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആളാണ്. ഒറ്റ നിമിഷം കൊണ്ടല്ലേ പോയത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒറ്റ നിമിഷം കൊണ്ടാണ്. പെട്ടെന്നാണെങ്കിൽ ആ വേഷം വേറെ ആരെങ്കിലും ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സംതിങ് സ്പെഷ്യലിലെ മറ്റൊരു ഹോം ടൂർ കാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം അംബിക ചേച്ചിയുടെ എടപ്പള്ളിയിലുള്ള വീട്ടിലാണ്. അപ്പൊ ചേച്ചി എന്ന് പറഞ്ഞാൽ എപ്പോഴും മുങ്ങാണ്. സിനിമയിൽ നിന്ന് സീരിയലിലോട്ട്, സീരിയലിൽ നിന്ന് സിനിമയിലോട്ട്. ഞാൻ ഒരു ഇന്റർവ്യൂയുടെ കാര്യം ചോദിച്ച് മടുത്തു. പിന്നെ ഞാൻ ചേച്ചിനെ കൈയോടെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിനെ കാണാം, ചേച്ചിയുടെ വീടും വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഓക്കെ. എന്താ ഞെങ്ങാത്തെ? സോറി, ഇപ്പഴാണോ ബെല്ലി പറയണം? ഞങ്ങളില്ല, സോറി ഗൈസ്. ഹായ്. ഹലോ. ഒന്ന് മൈക്ക് വെച്ചോട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ഓക്കെ ചേച്ചി, ഞാൻ എത്ര വട്ടം ചേച്ചിനെ വിളിച്ചു. ഞാൻ എപ്പോഴും വിളിയാ ചേച്ചി ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം കൂടാ. കാരണം ഞാൻ കുറച്ച് ഷൂട്ടായിട്ട് ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ കുറച്ചാള് അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഡിസി ഹോസ്പിറ്റലിൽ കൂടെ ഇങ്ങനെ അങ്ങനെ അത് നമ്മളാകെ ടെൻഷനായിരുന്നു. അപ്പൊ അതൊക്കെയാണ് മോൻ വിളിക്കുമ്പോ ചേച്ചിയുടെ വീട് കാണാൻ വന്നിരിക്കുകയാണ് അല്ലേ? നമ്മുടെ ചേച്ചിയുടെ ചാലക്കുടിയിൽ ചേച്ചിക്ക് ഒരു വീടുണ്ട്. അവിടെ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? ചാലക്കുടിയാണ് നമ്മള് എല്ലാ ഇന്റർവ്യൂ അതും ഇതൊക്കെ വെക്കുന്ന അവിടെയാണ്. ഇപ്പം എറണാകുളത്തോട്ട് എത്ര നാളായി മാറിയിട്ട്? 10 വർഷമായി. 10 വർഷമായി. പക്ഷെ ഇന്റർവ്യൂ അങ്ങനെ കൊടുക്കാറില്ല. ചേച്ചിയുടെ ഹോം ടൂർ ചെയ്യുന്നല്ലേ? ഓക്കെ ചേച്ചി, അപ്പൊ നമ്മൾ ഹോം ടൂറിൽ ആദ്യം തന്നെ നമ്മള് കൃഷ്ണനെ കണ്ടു തന്നെ തുടങ്ങാം അല്ലേ? ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് കൃഷ്ണൻ. ശരിക്കും പറഞ്ഞ ഒരു 25 വർഷമായിട്ടുള്ള കൃഷ്ണ ഇത്. ആണോ? അത്ര ഞാൻ നാളായിട്ടും കൊണ്ടു നടക്കാണ്. അതിന്റെ എല്ലാ ഐശ്വര്യം ചേച്ചിക്കുണ്ട്. ഇവിടെ ആരൊക്കെ ഉള്ളതെന്ന്? ഇവിടെ ഇപ്പൊ അമ്മയുണ്ട്. അമ്മ ശരിക്കും ചാലക്കുടിയാണ്. വയ്യാത്തത് കൊണ്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോണം. പിന്നെ അവിടെ നമ്മള് ആരും അടുത്തില്ല. അപ്പൊ ഞാനാണ് ഇപ്പൊ അടുത്തുള്ള ആള്. മക്കളൊക്കെ പല സ്ഥലങ്ങളിലാണ്. അപ്പൊ അമ്മേനെ നോക്കാൻ ഒരാളും ഒക്കെ കൂടെ ഇവിടെ ഉണ്ട്. ചേച്ചിയാണെങ്കിൽ ചെറിയ മക്കളെ പോലെ അമ്മേനെ നോക്കിക്കൊണ്ട് നടക്കുന്നല്ലേ? ഞാൻ എപ്പോ വിളിച്ചാലും പറയാം മോളെ ഞാൻ അമ്മയുടെ ഒപ്പം ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമുക്ക് ആദ്യം അമ്മേനെ കണ്ടാലോ? ഓക്കെ, നമുക്ക് ആദ്യം അമ്മേനെ കാണാം കേട്ടോ. അമ്മ ആരാ നോക്കി? ഹായ്, ഹലോ. ദേ നമ്മുടെ അമ്മിക ചേച്ചിയുടെ അമ്മക്കിളിയല്ലേ? ചേച്ചി എപ്പോഴും പറയണേക്കാ ചേച്ചി അമ്മക്കിളിന്നാ വിളിക്കുന്നത്. അതെ, ഒരു കിളിയാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. ഉന്മേഷത്തോടെ ഓടി നടന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ പാഠം പഠിപ്പിച്ചോണ്ടിരുന്ന ആളോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? കഴിച്ചു. ചാലക്കുടി വീടാണോ ഇഷ്ടം? ആണോ?
അതെ അതെ അമ്മമാർക്ക് എപ്പോഴും അവിടെ നമ്മുടെ ചെന്നിരിക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു സുഖം അത് വേറെ അതല്ല പിന്നെ തന്നെയല്ലേ? അതല്ല അവിടെ അമ്മ പറമ്പിൽ കൂടെ ഒക്കെ നടന്നു. അമ്മയ്ക്ക് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെ തൊട്ടടുത്തൊക്കെ. അപ്പൊ അവരോടൊക്കെ വർത്താനം പറഞ്ഞൊക്കെ അതെ അതെ അവരോട് വിശേഷം പറയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇവിടെ ആരും ഇല്ലല്ലോ. നിങ്ങള് പരിപാടികളൊക്കെ നടക്കട്ടെ, ഞങ്ങളാണെങ്കിൽ വീട് കാണാൻ വന്നതാ. ഓക്കെ ഓക്കെ അമ്മ റെസ്റ്റ് എടുത്തോട്ടോ. ശരി ഓക്കെ. അപ്പൊ നമ്മള് ചേച്ചിയുടെ അമ്മേനെ കണ്ടു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് എന്റെ കണ്ണ് നേരെ അങ്ങോട്ടായിരുന്നു. നിങ്ങൾ കണ്ടോ? ഇവിടെ ഇപ്പൊ എല്ലാം ഒന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുക. കാരണം ഞാനിത് വൈറ്റ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിരുന്നു. ആ സമയത്ത് പിന്നെ അമ്മയ്ക്ക് വയ്യാണ്ട് അപ്പൊ ഞാൻ എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ചു. അങ്ങനെ ആകെ കൂടി എന്താ പറയാ ഒന്ന് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുക. എന്തോരം അവാർഡാ ചേച്ചി കിട്ടിയേക്കുന്നതെന്ന് കണ്ടോ? നോക്കി ഇവിടെ മൊത്തം ഒരു സ്വർണ്ണമയാണ് കണ്ടാലോ. പക്ഷെ അതൊന്നും അടുക്കിയിട്ടൊന്നുമില്ല, എല്ലാം അടുക്കി വെച്ചിരുന്നാണേ. ഇപ്പൊ എല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇത് ചേച്ചിക്ക് കിട്ടിയേക്കുന്ന അവാർഡ്സിൽ ഒരു ഇത് മാത്രമായിരിക്കും. ബാക്കി ചാലക്കുടി വീട്ടിലാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ കുറച്ച് ഇങ്ങനെ അടുക്കി വെക്കണം. ഇതൊക്കെ കൂട്ടി കൂട്ടി വെച്ചിരിക്കല്ല. ഇതിൽ ഏതായിരിക്കും ചേച്ചിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത്? ആദ്യം കിട്ടിയത് മീശമാധവൻ. അത് ചാലക്കുടിയാണ്. പിന്നെ കസ്തൂരിമാൻ, അതും ഇവിടെ ഇല്ല. ഇത് ചക്രവാകം. ഇത് ഭയങ്കര രസമാട്ടോ ഇത് കിട്ടിയത്. ഈ ക്യാരക്ടർ എനിക്ക് പിന്നെ ഇത് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ടൊരു അവാർഡ് ഉണ്ടായിരുന്നേ, ടെലിവിഷന്റെ ഒക്കെ. അത് പോയിട്ട് അത് കഴിഞ്ഞ് വലിയൊരു ഫിലിം ഓഡിയൻസ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവാർഡ് ഉണ്ടായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ചിട്ട്. ഏറ്റവും നല്ല നടനായിട്ട് മോഹൻലാല്, കാവ്യ മണവാളി, സഹനടി ഞാനായിരുന്നു. നമുക്ക് ഭയങ്കര സഹനട അമ്പിളിച്ചേട്ടൻ. അപ്പൊ നമുക്കൊരു ഭയങ്കര ഇത് വിശ്വസിക്കാൻ കിട്ടാത്തൊരു സംഭവം അവിടെ വെച്ച് കിട്ടിയപ്പം ഭയങ്കര. അമ്പിളിച്ചേട്ടനെ പറ്റി പറഞ്ഞപ്പോഴാണ് അമ്പിളിച്ചേട്ടന്റെ കൂടെയാണ് ചേച്ചി ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കുന്നത്. ഒത്തിരി പടങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു. ലാസ്റ്റ് പടവും ഒന്നിച്ച് ഞങ്ങൾ ചെയ്തിട്ട് ചേട്ടൻ പോയതാണ്. തിരക്കിട്ടാണ് നമ്മൾ പോയത്. അന്ന് പറുദീസ എന്ന് പറഞ്ഞിട്ടൊരു പടം. അത് കഴിഞ്ഞ് ചേട്ടൻ പോയിട്ട് വേറൊരു പടം കഴിഞ്ഞ് പോകുമ്പോഴാണ് ഈ സംഭവം. അതാണ് ഞാൻ ലാസ്റ്റ് ചെയ്ത പടം. പിന്നെ അത് കഴിഞ്ഞ് ചെയ്തു കേട്ടോ. അപ്പൊ ചേട്ടൻ ഉന്മേഷത്തോടെ വന്നതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ ഒരെണ്ണം ചെയ്തു. ഏത് പടം? പേരെനിക്ക് ഉണ്ട്. ഇഷ്ടമാതിരി ആർട്ടിസ്റ്റുകളുണ്ട് അതില്. മറ്റേ നമ്മുടെ താരാ കല്യാൺ കുറെ പേരുണ്ട്. ഷൂട്ടൊക്കെ ഇവിടെയായിരുന്നു, ട്രിവാൻഡ്രത്തായിരുന്നു. ചേട്ടൻ നല്ല നമ്മള് ചേട്ടന്റെ സിസ്റ്റർ ആയിട്ട്, പെങ്ങളായിട്ട്, എപ്പോഴും ഭാര്യയായിട്ട് ഇടയ്ക്കൊന്ന് മാറി സിസ്റ്ററിലോട്ട് അല്ലേ? ഒരു അമ്പിളിച്ചേട്ടനാണെങ്കിൽ ഒരു വീൽ ചെയറിൽ പോസ്റ്റർ ഉള്ളതാണ്. അതെ ആ വീൽ ചെയറിലും ചേട്ടൻ വരുന്നതും. പക്ഷെ ആ മുഖം ഇപ്പോഴും പഴയ അഭിനയം തന്നെയാണ് ചേട്ടന്റെ. നോക്കുന്നതും എടുക്കുന്നതും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അറിഞ്ഞു ചേച്ചിക്കാണെങ്കിൽ ഒരുപാട് സാരിയുടെ കളക്ഷൻസ് ഉണ്ട്. തന്നെയാണ് നിൽക്കാൻ ഇഷ്ടം. സാരി കളക്ഷൻസ് ഒരുപാട് ഉണ്ട് എന്ന് അറിഞ്ഞു. ഇവിടെ ഏതെങ്കിലും സാരി എടുത്തു വെച്ചിട്ടുണ്ടോ? ഇവിടെ കുറച്ചേ ഉള്ളൂ. നമുക്ക് കാണിച്ചു തരുമോ ചേച്ചിയുടെ സാരി കളക്ഷൻ? കളക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടെ അധികം ഇല്ല. എല്ലാം പല സ്ഥലങ്ങളിലായി കിടക്കുന്നോണ്ടേ. എന്നാലും ഈ സീരിയലിന്റെ ഒക്കെ ഷൂട്ടിന് പോകുമ്പോൾ ചേച്ചി സാരി കൊണ്ടുപോവാണോ അത് അവിടെ നിന്ന് തരും? കൊണ്ടുപോകും, നമ്മൾ തന്നെ സാരി കൊണ്ടുപോകും. ഇവിടെ ഉണ്ട്, ഞാൻ മേളിലുണ്ട് കുറെ. ഞാൻ ഇത് കുറെ ഉണ്ട്. പിന്നെ മേളിലാണ് പറഞ്ഞത് ചേച്ചി കുറച്ച് സാരി ഉണ്ട്. ഇവിടെ ഒരു അലമാരി നിറച്ച സാരി ഉണ്ട്. അല്ല പിന്നെ ഇതുപോലെ ആക്കി വെക്കും കുറെ സാരി. ഇങ്ങനെ ആക്കി വെക്കും, ഇങ്ങനെ കെട്ടിയൊക്കെ വെക്കും ഞാൻ. എന്റെ പണി അങ്ങനെയൊക്കെയാണ്. സാരികൾ കേരള സാരിയാന്ന് തോന്നുന്നുണ്ടല്ലേ? അല്ല എല്ലാം ഉണ്ട്. സൂക്ഷിച്ചു വെക്കുന്നതിന്റെ പണി. നിങ്ങളിങ്ങനെ കാണുമ്പോഴേക്കും ഇത് എന്നതായി കാണിച്ചു വെക്കുന്നതെന്ന് എല്ലാം ഇങ്ങനെ ആക്കി. അല്ല അതുകൊണ്ട് അത് പുത്തൻ പോലെ തന്നെ ഇരിക്കും, കേട് വരില്ലല്ലോ. അല്ലേ? അങ്ങനെ കൃഷ്ണന് വേണ്ടിട്ട് ഇത് കണ്ടോ, കൃഷ്ണന്റെ ഫുള്ള് കൃഷ്ണനാണ്. ചേച്ചി കൃഷ്ണന് വേണ്ടിട്ടൊരു സാരി ചെയ്തു. പിന്നെ ചേച്ചിക്കാണെങ്കിൽ എംബ്രോയിഡറി ഒക്കെ വശമുള്ളതുകൊണ്ട് ഇപ്പോഴുണ്ടോ ടൈലറിംഗ് യൂണിറ്റ്? ഇപ്പൊ ഇല്ല അല്ലേ? ഫുൾ കൃഷ്ണനാണല്ലേ? ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട്. ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കൂ. ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് എന്റെ ഇഷ്ടപ്പെട്ട. ഇത് ചേച്ചി ചെയ്തതാണോ അതോ ചെയ്യിപ്പിച്ചതാണോ? ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. ഞാൻ ഒത്തിരി കോസ്റ്റ്ലി സാരികൾ കുറവാണ് ഞാൻ എടുക്കല്. എന്നിട്ട് സാരികൾ എടുക്കും, പക്ഷെ വെറൈറ്റി പ്ലെയിൻ സാരി എടുക്കും, നല്ല വർക്കുള്ള ബ്ലൗസ് സെറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ ആക്കും. അങ്ങനെ ഓരോന്നും എല്ലാം അങ്ങനെ തന്നെ, എല്ലാം വ്യത്യാസമായിരിക്കണം എന്ന് മാത്രമേ എന്റെ ആഗ്രഹമുള്ളൂ. ഇപ്പൊ ബ്ലാക്ക് ചേച്ചി ഉപയോഗിച്ച സാരി ഏതെങ്കിലും ഉണ്ടോ ഇവിടെ?
അത് മുകളിലുണ്ട്, ആണോ? കുറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ വെറും ബ്ലാക്കിൽ ബ്ലൗസുകൾ വെറൈറ്റി ചെയ്യൂലേ? അപ്പൊ അതൊരു സാരിയുടെ വില നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ ആക്കി കൊണ്ടുവരും. ഇതൊക്കെയാണ് എന്റെ ഇത് കണ്ടാ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. അങ്ങനെ, പക്ഷെ ഇല്ല. ഇത് ഫുൾ ആണെങ്കിൽ ഇതാണ് എംബ്രോയിഡറിയുടെ ഒക്കെ കഴിവാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിലൊക്കെ അങ്ങനത്തെ ഇടും. അങ്ങനെ പ്ലെയിൻ, ഇത് പ്ലെയിൻ ആണ്. ഇതിനൊക്കെ ഇങ്ങനെ പ്രിന്റ് ഉള്ള ഈ ബ്ലൗസുകൾ അത് നല്ല അങ്ങനെയൊക്കെ. അത് പിന്നെ ആ ഒരു സാരിക്ക് തന്നെ പല പ്രിന്റുകൾ എടുക്കും. ഇത് കണ്ടോ, ഈ പ്രിന്റ്, പല പല പ്രിന്റുകളുള്ള ബ്ലൗസുകൾ മാറി മാറി അങ്ങനെയൊക്കെ എടുക്കാം. പിന്നെ അതേപോലെ ഇതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ വന്നു, അപ്പൊ പെട്ടെന്ന് പോണേ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സാരികള് എല്ലാം ഉടുത്ത സാരി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇരുന്ന ഒരു സാരിയാണ്, ഞാൻ കുറച്ച് തുണി വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇത് ഞാൻ ചെയ്തതാണ്. പെട്ടെന്ന് ഞാൻ വേറൊരു സ്റ്റൈല് പോലെ ആക്കി, ഇങ്ങനെ ആക്കി. ഇങ്ങനെ ഇതിപ്പോ നമുക്ക് ആർക്കും ഉണ്ടാവില്ല, ഇങ്ങനത്തെ സാരി ആർക്കും ഇല്ലല്ലോ. അതെ ഇത് സാധാ ഒരു സാരിയില് നമ്മളാണെങ്കിൽ വേറൊരു പൈപ്പിംഗ് കൊടുത്തു അല്ലേ? എന്നിട്ട് ആ പൈപ്പിങ്ങിന്റെ തന്നെ ബ്ലൗസും ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഇറങ്ങി എടുത്തൊക്കെ പോകുമ്പം ഇത് ആർക്കും ഉണ്ടാവില്ല. അപ്പൊ അത് വില അറിയില്ല ആർക്കും. പക്ഷെ ഇത് ഭയങ്കര, മറ്റേ നമ്മൾ കാണുമ്പോ ഭയങ്കര ഇത് എത്ര വിലയാന്നുള്ള അറിയുമല്ലോ, ഇത് അറിയില്ല ഇങ്ങനത്തേക്ക് ആകുമ്പോ. ഇങ്ങനത്തെ പണികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ വലിയ ബൊട്ടീക്കിലൊക്കെ ചെയ്യിപ്പിച്ച ഒരുപാട് പൈസ കൊടുത്ത് ഇല്ല, ഞാൻ ഒരു ദിവസം രാത്രി തന്നെ ഇരുന്ന് തയ്ച്ചാൽ എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ തയ്ക്കും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ഇട്ടുകൊണ്ട് ചെല്ലുമ്പോ പറയും ഇതെപ്പോ തയ്ച്ചു, ഞാൻ പറയും ഇന്നലെ ഇരുന്ന് രാത്രി ഇതായിരുന്നു പണി, പെട്ടെന്നിരുന്ന് തയ്ച്ചുണ്ടാക്കുക. ഇതൊക്കെ ഓരോ ഫംഗ്ഷൻ വരുമ്പോ പെട്ടെന്ന് ഇരുന്ന് ഞാൻ ഇരുന്ന് തയ്ച്ചു വിട്ടു. ഓരോ ഫംഗ്ഷൻ വരുമല്ലോ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന സാരികളാ. ചേച്ചിയുടെ സാരി ഇത് ഭയങ്കര വെയിറ്റ് ആണ്, എടുത്ത് നോക്കിയേ. കണ്ട, ഇത് ആ ഒരു സമയത്ത് ഇതിന് എന്തായിരുന്നു, ഭയങ്കര വെയിറ്റ് ആണ്. ഫുൾ ഹാൻഡ് വർക്ക് ആണോ? ഫുൾ ഹാൻഡ് വർക്ക്. ഇതൊക്കെ നമ്മള് എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും? ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു. കോസ്റ്റ്ലി ആണോ? പക്ഷെ ഇതൊക്കെ രസമായിരുന്നു ആ സമയത്ത് ഉടുക്കുമ്പോഴേ. നല്ല രസമുണ്ട്. വേണം കൊണ്ടുവെക്കോ, വേണം എടുത്തോ. ഞാൻ തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. എന്റെ വകയായിട്ട് കയ്യിലിരുന്നോട്ടെ. ചേച്ചി എനിക്ക് സാരി തന്നു, ഒരു ബ്ലാക്ക് ഇരുന്നോട്ടെ. ഓ താങ്ക് യു ചേച്ചി. അടിപൊളി ഫേസ് നോക്ക്, ചേച്ചി എനിക്ക് സാരി തന്നു. അടിപൊളി. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ പറയും. എനിക്ക് ചേച്ചി ഒന്നാമത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവർക്കും ചേച്ചി നല്ലതായിട്ട് അറിയാം അല്ലേ? ഈ പാടാത്ത പെങ്കിളിയുടെ വിശേഷം പറഞ്ഞപ്പോഴാണ് അതിനകത്ത് 3 ദേവ വന്നിട്ടുണ്ടായിരുന്നല്ലോ. സൂരജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ലഗ്ജിത്തേട്ടൻ, പിന്നെ മനുചേട്ടൻ. അതിനകത്ത് അമ്മ എന്നുള്ള നിലയ്ക്ക് ചേച്ചിക്ക് ആരോടത്തായിരിക്കും കുറച്ച് കൂടുതൽ? ഞാൻ കൊണ്ടുവന്ന എന്റെ മോനാണല്ലോ സൂരജ്. സൂരജേട്ടനോട് ഒരു കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്. എനിക്ക് അവന്റെ ഓരോ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോ ഞാൻ എല്ലാം ഇങ്ങനെ നടക്കും മോനെ, ഇങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. പാടത്തപ്പെങ്കിലും ആ സെറ്റൊക്കെ മിസ് ചെയ്യും. ചേച്ചി അവിടുന്ന് പെട്ടെന്ന് പോകുന്നല്ലേ? ഇല്ല, 3 വർഷം ഫുൾ സീരിയൽ കഴിഞ്ഞപ്പോഴാണ് പോകുന്നത്. ആ കോവിഡിന്റെ സമയത്തൊക്കെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായത് ആ സീരിയലാണ്. കാരണം നമ്മൾ അവിടെ ചെല്ലുന്നു തിരിച്ചു, അപ്പൊ നമ്മൾ എല്ലാരുമായിട്ടൊന്നും വേണ്ടി മറ്റേ നമ്മളെ ഏതോ ഒറ്റപ്പെട്ട പോലെ കിടക്കുന്നു. ചേച്ചി ഇപ്പൊ ഈ 25 വർഷത്തിലായാലും എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ പുതിയ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ മറന്നു പോകുന്നില്ലല്ലോ. ഇപ്പൊ നമ്മള് സിനിമ ഇപ്പം കുറവാന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ വീട്ടിലയ്യോ ഇല്ല എന്ന് പറഞ്ഞാൽ ഇരിക്കില്ല. അപ്പൊ സീരിയൽ വരും, സീരിയൽ എടുക്കും. അതിനിടയ്ക്ക് ചെയ്യും. അതിനിടയ്ക്ക് ഇപ്പൊ ഈ അടുത്ത് ആവണങ്ങാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് പിന്നെ നമ്മുടെ ഇവരുടെ അമ്മയായിട്ട് ഞാൻ പോയി ചെയ്തു. നമ്മുടെ സീരിയലിലൊക്കെ ഉള്ള പെട്ടെന്ന് പേര് കിട്ടില്ല, അമ്മയായിട്ട് ഞാൻ പോയി. ഞാൻ അതും 2 ദിവസത്തെ വർക്കായിരുന്നു. അപ്പൊ ഒരു രസമായിട്ട് അത് പോയി ചെയ്തു. അങ്ങനെ വെറുതെ ഇരിക്കലില്ല. പിന്നെ അതിനിടയ്ക്ക് ഷോ വരുമ്പോ അതും ചെയ്യും. ഷോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നമുക്ക് മടക്കി വെക്കാം അല്ലേ? ഇത് മടക്കി എടുക്കാം, എല്ലാം മടക്കി വെക്കാം. അല്ല അത് ഞാൻ പിന്നെ മടക്കി വെച്ചാൽ അല്ല അത് കുഴപ്പമില്ല. നമുക്ക് ഇത് ഞാൻ മടക്കി വെക്കാം. ഇത് മാറ്റി വെക്കാം. ചേച്ചി എനിക്ക് തന്ന സാരിയാണ് മാറ്റി വെക്കാം. ഇനി എങ്ങോട്ടാ നമ്മൾ പോകാൻ പോകുന്നേ? ഇതാണ്. ഇനി അങ്ങോട്ട് എന്താണ്? ഇത് നമ്മുടെ അടുക്കള. ഇതാണ് ചേച്ചിയുടെ ഏരിയ. ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ അടുക്കളയാണ്. പക്ഷെ എങ്ങനെ കിടക്കുന്ന പറയാൻ വയ്യ. നല്ല എന്താ പറയാ, ഒരു ഇവിടെ
കൃഷ്ണൻ എല്ലാം കൃഷ്ണനല്ലേ കൃഷ്ണൻ ദേ സോറി കൃഷ്ണൻ. അത് കൃഷ്ണൻ ഇതാരാ ഇത് അത് കൃഷ്ണന്റെ സോറി അത് രണ്ടും കൃഷ്ണന്റെ സോറി എനിക്കറിയത്തില്ല. ഓക്കെ ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ഇത് ഗസ്റ്റുകൾ വരുമ്പോ കൊടുക്കാനുള്ള ഇതായിരിക്കും അല്ലെ കപ്പും സാധനങ്ങളും ഇവിടെ കുറച്ച് വരല്ലേ വരുള്ളൂ. അതെ അതെ ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ബ്ലൂ കളർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അവിടെ പിന്നെ ഇവിടെ ഇത് നമ്മുടെ കുഞ്ഞു കിച്ചൺ എന്റെ ലോകം ഇത്രയൊക്കെ ഉള്ളൂ. ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? എല്ലാരും പറയും ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും ചേച്ചി ആണെങ്കിൽ. എന്തോ ഒരു ചിക്കൻ എന്തോ ഉണ്ടാക്കി കൊടുത്ത കഥയൊക്കെ ഓർഡിനറിയുടെ സെറ്റിലല്ലേ ചേച്ചി ചിക്കന്റെ ഒരു സംഭവം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. അതുണ്ടായിരുന്നു. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാനാണ്? വെജ് ആണോ നോൺ വെജ് ആണോ? അല്ല അങ്ങനെയില്ല, നോൺ വെജ് ആണ് ഏറ്റവും ഇഷ്ടം. ഓരോന്നൊക്കെ ആയിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതാണ്. ഇപ്പൊ നമ്മളൊരു അവിയലോ സാമ്പാർ അങ്ങനെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടാവും ചിക്കനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. മക്കളുടെ വിശേഷം എന്താ? ഇവിടെ ഓവൻ സംഭവങ്ങളും എല്ലാം കബോർഡ്സും എല്ലാം മറ്റേ ചാലക്കുടിയിലെ വീട്ടിലാണ് കുറച്ചും കൂടെ അത് പിന്നെ നമ്മുടെ ലോകം പോലത്തെ. മക്കളെല്ലാരും അവിടെയാണോ? മക്കളില്ല, മൂത്ത ആളിപ്പോ ബാംഗ്ലൂരാണ്, അവിടെ ടീച്ചറാണ്, മോൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അവരവിടെ സെറ്റിൽഡ് ആണ്. രണ്ടാമത്തെ ആള് തൃശ്ശൂരുണ്ട്, അവളും ജോലിയുണ്ട്, റവന്യൂല് വർക്ക് ചെയ്യുന്നു. ഒരു കുഞ്ഞു മോനുണ്ട്, അവൻ +2 പഠിക്കുന്നു. ഓക്കെ ഇനി മേളിലോട്ടുണ്ടോ ചേച്ചി? മേളില് റൂമായിട്ടില്ല, പക്ഷെ നമ്മളുടെ സാധനങ്ങൾ ഇങ്ങനെ ഷൂട്ടിംഗ് സാധനങ്ങളൊക്കെ എല്ലാ ഡ്രസ്സുകളും അവിടെയാണ്. മേലേക്ക് പോവാൻ പറ്റും, പക്ഷെ ഇവിടെ എന്റെ ഇങ്ങനെ കിടക്കുന്നോണ്ടേ. ഓ ഇവിടെ വേറെ ഡോർ ഉണ്ടല്ലേ ഇങ്ങനെ. ഓക്കെ ഓ ഇവിടെ ഫുൾ കൃഷ്ണൻ, മൊത്തം ഒരു കൃഷ്ണമയം. കൃഷ്ണന്മാരുള്ള ജീവിതമാണ് കൃഷ്ണനും. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്. അതെന്താ വെച്ചാല് കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതിനു ശേഷം നമ്മള് ഒറ്റപ്പെട്ട പോലെ നിൽക്കുകയാണല്ലോ. അപ്പൊ എന്റെ ഏക സങ്കടം പറയാനും സന്തോഷം പറയാനും എന്തിനും വന്നിവിടെയാണ് ചേരുന്നത്. കാരണം അപ്പുറത്തൊരു കൃഷ്ണൻ ഇരിക്കില്ലേ, അത് വലിയൊരു കൃഷ്ണൻ. ആ കൃഷ്ണനെ ഞാൻ കട്ടിലേക്ക് കടത്തുമായിരുന്നു. കാരണം തൊട്ടടുത്തൊക്കെ കള്ളന്മാര് കയറി ഭയങ്കര പ്രശ്നങ്ങളായേ. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. രാത്രിയായപ്പോ എനിക്ക് ദൈവം എന്റെ കൃഷ്ണൻ, ഞാൻ പേടിയല്ലേ കള്ളനൊക്കെ വന്നാലോ. അപ്പൊ ഞാനിത് ഈ കൃഷ്ണൻ ഇവിടെ കൊണ്ട് എന്റെ കട്ടിലിന്റെ ഇവിടെ കിടത്തും. ഞാൻ ഇപ്പുറത്ത് ഇവിടെ തന്നെ കിടന്ന് ആരെങ്കിലും വരികയാലും നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഇതുവരെ എനിക്ക് പേടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിട്ടില്ല. ഭയങ്കര ധൈര്യമാണ് എനിക്ക്. അതെ അത് ഫുൾ കൃഷ്ണൻ വീട്ടിലുള്ളതിന്റെ ഒരു ഇത്. എനിക്കൊരാളെ പോലെ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാൽ ഞാൻ അവിടെ പോയിട്ടാണ് പറയാം. പക്ഷെ നടക്കത്തില്ല, പക്ഷെ കുറേയൊക്കെ ഞാൻ ഏറ്റവും അവസാനം ആകുമ്പോ നടക്കും. ആദ്യമൊന്നും നടക്കൂല. അപ്പൊ എനിക്ക് അപ്പോഴും ചില സമയത്ത് തന്നെ മനസ്സിലാക്കും അവസാനം ചെയ്യും, ഏറ്റവും അവസാനമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഗണപതി ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട് ഗണപതി. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങള് ഇതൊക്കെ എടുത്ത് ആൾക്കാരെ കാണിക്കല്ലേ. അവിടെ ഇവിടെ എന്റെ തുണികളും എന്റെ ഷൂട്ടിംഗ് തുണികളുടെ ബഹളമാണ്. ഷൂട്ടിങ്ങിന്റെ സാരികളാ, മൊത്തം സാരികളാ ഇവിടെ. അയ്യോ ഇവിടെ ഒരുപാട് സാരികളുണ്ടല്ലോ. ഇവിടെ ഒത്തിരി ഉണ്ട്, ഇവിടെ ഒത്തിരി സാരികളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ചെറിയൊരു വേർഷൻ, അതിലും കൂടുതലുണ്ട് ഇവിടെ. ഇതിന് രണ്ടിലും കൂടെ കൂടുതലുണ്ട് ചാലക്കുടിയില്. ചാലക്കുടിയിലും ഒക്കെ ആയിട്ട് ഇതൊക്കെ നമ്മള് ഇപ്പോഴും ഒരു ഷൂട്ടിങ്ങിന് വേണമല്ലോ. നമുക്ക് സാരികളുടെ ബഹളമാണല്ലോ. ചേച്ചി കൂടുതൽ സാരികളാണോ പുറത്ത്? എനിക്കൊന്നും ചേച്ചി കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ സാരി ഉടുക്കൽ കുറവാണ്. ഇത് ഫുൾ നമ്മുടെ ഷൂട്ടിങ്ങിനുള്ള സെറ്റ് മുണ്ടും അങ്ങനത്തെ സാരികളാണ്. ഇത് സാധാരണ ചേച്ചി ഉടുക്കാറുള്ള പോലത്തെ സാരികൾ. ഇതൊക്കെ ഷൂട്ടിങ്ങിനാണ്. ഇനി അവിടെ എന്താ ചേച്ചി? ഇത് ടെറസാണ്. ഒരു നീണ്ട അവിടെ നിറയെ കിളികളുണ്ട് അപ്പുറത്ത്. അപ്പൊ അത് നോക്കി വർക്കൗട്ട് ചെയ്യുന്നത്. ചേച്ചി വർക്കൗട്ട് ചെയ്യാറുണ്ടോ? ആദ്യം ഇപ്പൊ ഞാൻ എല്ലാം കൂടെ കയറ്റി വെച്ചാൽ ഞാൻ പറഞ്ഞ വൈറ്റ് വാഷ് വർക്കൗട്ട് ചെയ്യും. അതാണ് ഈ സൗന്ദര്യത്തിന്റെ എപ്പോഴും ഇങ്ങനെ ചുറുചുറുക്കോടെ ഇങ്ങനെ നടക്കുന്നത് വർക്കൗട്ടും അല്ല. എങ്ങനെ ഇപ്പോഴും നോക്കി എപ്പോഴും ചേച്ചിനെ കാണുമ്പോ ഒരു ഐശ്വര്യാണ്. അങ്ങനെയുണ്ടോ? അല്ലേ? ഇല്ല, ഞാൻ എന്താന്നറിയോ മോനെ, എനിക്ക് തോന്നുന്നു ചേച്ചി എല്ലാ ഇന്റർവ്യൂലോ എവിടെ പോലും ചേച്ചിയുടെ അടുത്ത് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ. ഇല്ല, ഞാൻ എന്താന്നറിയോ, വല്ലാണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിതാക്കൂല. ഞാൻ തന്നെ ഓർക്കും ഇത് അങ്ങനെ ആക്കിയിട്ട് ഒരു കാര്യമില്ല, നമുക്ക് ശരിക്കും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതെ തീർച്ചയായും. അപ്പൊ പിന്നെ ഈ വെറുതെ ടെൻഷൻ അടിക്കുന്ന നേരത്തെ എന്താണ് ഇതിന്റെ ഒരു പോംവഴി എന്ന് വിചാരിച്ചപ്പോ ഞാൻ അതുകൊണ്ട് കുറെ ടെൻഷനുകളൊക്കെ ഞാൻ തന്നെ കളയും. അതെ, ടെൻഷൻ പകുതി നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞാൽ തന്നെ നമുക്കൊരു അത്രേ ഉള്ളൂ അങ്ങനത്തെ. ചേച്ചി പിന്നെ പെട്ടെന്നാണെങ്കിൽ പാസ്പോർട്ട് എടുത്തിട്ട് 2-3 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് എടുത്ത് പെട്ടെന്ന് ഒരു ഷൂട്ടിന്റെ ലൊക്കേഷനിൽ പോയി എല്ലാ കഥകളും അറിഞ്ഞിട്ട്
പിന്നെ നാട്ടിൽ വരുന്നു, പിന്നെ ദുബായി പോകുന്നു, പിന്നെ വരുന്നു, പിന്നെ ബാങ്കോക്കിൽ പോകുന്നു, പിന്നെ മലേഷ്യ പോകുന്നു. എന്താണ് സത്യം പറയാട്ടോ, എനിക്ക് അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എനിക്കിങ്ങനെ സിനിമ ചെയ്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പം നമ്മളെ പുറത്തൊന്നും ഇറങ്ങി ആരും അറിയുന്നില്ല. അതേസമയം നമ്മളൊരു മേഘമൽഹാർ ഫസ്റ്റ് പടം, സെക്കൻഡ് ചെയ്ത് മീശമാധവൻ വന്നു കഴിഞ്ഞിട്ട്, പിന്നെ അതിനു മുന്നേ എനിക്ക് തോന്നുന്നു എന്റെ ഹൃദയത്തിനുടമ ചെയ്തിട്ടുണ്ട്. അല്ല അത് മീശമാധവന്റെ സമയത്ത് തന്നെ സമയത്താ ചെയ്തത്. ഓ എന്റെ ഹൃദയത്തിനുടമ അത് ഒന്നിച്ചാണ് അത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇത് നമ്മളെ അറിഞ്ഞു തുടങ്ങി. മീശമാധവനൊക്കെ കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ പോകുമ്പോ പിള്ളേച്ചാന്നൊക്കെ വിളിക്കുമ്പോ അതൊക്കെ നമ്മളിങ്ങനെ ഞെട്ടി നോക്കി, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ വിളിക്കുവോ എന്നൊക്കെ ഉള്ളതായി നമ്മുടെ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ പോണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളൂ. ഞാൻ എനിക്കുന്നു. അപ്പൊ എല്ലാവരും പിന്നെ ഓരോ പടങ്ങൾ വരും, സൈൻ ചെയ്തും അഡ്വാൻസ് ഒക്കെ വാങ്ങും, പടങ്ങൾ പോയി ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കാസിനോവയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി, കാസിനോവ നല്ല പടം. അങ്ങനെ ഞാൻ പോക്കിരാജ ചെയ്യുന്ന സമയത്ത് ഇടവേളബാബു വിളിച്ചു വന്ന് കാസിനോയിലേക്ക് പാസ്പോർട്ട് അയക്കാൻ പറഞ്ഞു, കോപ്പി. ഞാൻ ചോദിച്ചു പാസ്പോർട്ടിന്റെ കോപ്പിയാണ്, എനിക്ക് പാസ്പോർട്ടും ഇല്ല ഒന്നുമില്ലാത്ത ഞാനവിടെ ഞാൻ വിളിച്ചോണ്ട് ബാബു എനിക്ക് പാസ്പോർട്ടൊന്നുമില്ല. പിന്നെ എന്തിനാണ് എടുത്തത്, ഷൂട്ട് ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ചേച്ചി പെട്ടെന്ന് പോയിട്ട് പാസ്പോർട്ട് റെഡിയാക്കാൻ നോക്കുന്നത് പറഞ്ഞു. ഞാൻ എവിടെ പോയി പാസ്പോർട്ട്? അപ്പൊ അപ്പുറത്ത് പോക്കിരാജ ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ പാസ്പോർട്ടിന് വേണ്ടിയിട്ടൊന്ന് പോയാലോ. അപ്പം പറഞ്ഞു ഡ്രസ്സൊക്കെ മാറി പോയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല, കാരണം മമ്മൂക്ക പൃഥ്വി എല്ലാവരും ഉള്ള വലിയൊരു പടമല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വേഷത്തിൽ തന്നെ നേരെ പാസ്പോർട്ട് ഓഫീസ് തിരിച്ചത്. അപ്പം ഉണ്ടായൊരു ഗുണം എന്തായെന്ന് അറിയാം, ചിലപ്പോൾ മാറി ഇങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യില്ലല്ലേ. അതെന്താ വെച്ചാൽ പാരിജാതം എന്നൊരു സീരിയൽ ഹിറ്റായിട്ട്, അപ്പൊ ഞാൻ പാരിജാതത്തിലെ അമ്മായിയാ. അപ്പൊ എന്റെ ഇത് പാരിജാതത്തിൽ അമ്മായി വരുന്നു എന്ന് പറഞ്ഞ എല്ലാവരും. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവരും ഇങ്ങനെ പറയണ്ടല്ലോ. അപ്പൊ ഞാൻ അതുമേ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു അത് അപ്പൊ അരുണ് എന്തെടുക്കുന്നു സീമ, അതൊക്കെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് പാസ്പോർട്ട് ഓഫീസറുടെ മുന്നിലൊന്ന് എത്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഭയങ്കര ക്യൂ ആണ് അവിടെ. അപ്പൊ ഇവരൊന്ന് ഇതിലേ വാന്ന് പറഞ്ഞാൽ അവരെന്നെ കൊണ്ട് നേരെ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താന്ന് ചോദിച്ചു, പറഞ്ഞു സാർ എനിക്ക് പാസ്പോർട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു SLC ബുക്ക് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല, ഞാൻ അവിടെ നിന്ന് എടുത്തു നോക്കാൻ ഇനി തപ്പി എടുക്കണ്ടേ മാരേജ് സർട്ടിഫിക്കറ്റ്. ഞാൻ അയ്യോ സാർ അതൊക്കെ എവിടെയാന്നുള്ളത് ഒരു പിടി. പിന്നെ എന്താ കയ്യിലുള്ള? ഞാൻ ഇപ്പൊ കയ്യിൽ ഒന്നുമില്ല, കാരണം ഒരു സാധനം ഇല്ല. പിന്നെ അവസാനം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, അങ്ങേര് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു അതിലാണ് സാറിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു സാറ് വിഷമിക്കണ്ട, ഇല്ലെങ്കിൽ സാരല്ല ഞാൻ ഈ അഡ്വാൻസ് തിരിച്ചു കൊടുത്തേക്കാം, സാർ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, പഠിച്ച സ്കൂൾ അറിയാമോ എന്നോട് ചോദിക്കാം. ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് പഠിച്ചു. ഞാൻ പറഞ്ഞു സാർ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് ഞാൻ. എന്നൊരു കാര്യം ഞാൻ സ്കൂളിൽ പോയിട്ട് അവരുടെ അവിടെ നിന്ന് TC വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ ഞാൻ അവിടെ സ്കൂളിൽ പോയി. അപ്പൊ സ്കൂളിൽ ചെല്ലുമ്പം സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ മാറി കാലങ്ങൾ എത്ര കഴിഞ്ഞിരിക്കണം. എന്നെ ഇവിടെ ഞാൻ ചെന്നപ്പോ എല്ലാവരും പാരിജാതത്തിലെ അവർക്ക് ആകെ അറിയാവുന്നത് അംബിക സ്കൂളിൽ പഠിച്ചതാണോ ഒന്നോ അവരാരാന്നോ ഒന്നും അറിയില്ല. പാരിജാതത്തിൽ അവർ വന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. ഞാൻ വിചാരിച്ചു അത് തന്നെ വലിയൊരു കാര്യം. നേരെ അവിടെ കയറി ചെന്ന് ഞാൻ പഠിച്ചത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് സ്കൂളിൽ നിന്ന് TC തന്നു. ആ TC കൊണ്ട് കൊടുത്ത് എനിക്ക് 1-2 ആഴ്ച ആയപ്പോഴേക്കും എനിക്ക് പാസ്പോർട്ട് കിട്ടി. ആ പാസ്പോർട്ട് കിട്ടിയിട്ടുള്ള രസം കേക്ക്, ഫസ്റ്റ് ഷൂട്ട് ദുബായിലാണ്. അപ്പൊ ഞാൻ ദുബായി പോകാനായിട്ട് വലിയ പെട്ടിയൊക്കെ എടുത്തിട്ട് അതിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് ആദ്യമായിട്ട് ദുബായിക്ക് പോകല്ലേ. രാത്രി ഉറക്കേ ഇല്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കാരണം അവിടെ എങ്ങനെ പോകും, ഫ്ലൈറ്റിൽ കയറുന്നതിനെ കുറിച്ചൊക്കെ ചിന്ത. അങ്ങനെ മോനും ഒക്കെ വന്നിട്ടുണ്ട്, മോളുടെ ഭർത്താവൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മിക്കവാറും ഞാൻ നാളെ മറ്റന്നാളെ പോകും. അപ്പൊ ബാബു പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ തന്നെ ചേച്ചി റെഡി ആയിക്കോണം. അപ്പൊ എല്ലാ സാധനവും അങ്ങനെ ഇതെല്ലാം എടുത്തിരിക്കും. ദിവസം രാത്രി നോക്കും വിളിയില്ല. അങ്ങനെ വിളിക്കാണ്ടായിട്ട് 3-4 ദിവസം അങ്ങനെ പോയി. അപ്പൊ ടെൻഷൻ വേറെ ആരെങ്കിലും കയറി പോയോ എന്നുള്ള ടെൻഷൻ. ഇതെല്ലാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞ് ശങ്കറും ഞാനും കൂടെ ഒന്നിച്ചാ പോകണ്ടത്. എനിക്ക് സന്തോഷമായിട്ട് ഇമ്മ രാത്രി വിളിച്ചു വന്നു, ചേച്ചി നാളെ കയറണ്ട, മറ്റന്നാൾ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ശങ്കറൊക്കെ കയറിപ്പോയി. പിറ്റേ ദിവസം ഞാൻ ഒറ്റയ്ക്ക് ഈ പെട്ടിയും പിടിച്ചിട്ട് ഞാൻ എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ബാബുവിനെ വിളിച്ചു, ബാബു ഞാൻ എയർപോർട്ടിൽ നിൽക്കും, ഞാൻ എങ്ങോട്ട് പോകണം? എന്റെ കൂടെ ഒരു ക്യാമറയും തന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഒന്നും ചെയ്യണ്ട, അവിടെ ഞാൻ ഒരാൾ വരും, ചേച്ചിനെ അവരെ അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് കാസിനോയുടെ ഷൂട്ടിന് ദുബായിലേക്ക് എത്തി. പിന്നെ ഞാൻ ദുബായിൽ എത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് ഞാൻ സെവൻസിന് അഡ്വാൻസ് വാങ്ങി വെച്ചിട്ടുണ്ട്. സെവൻസ് അത് ചെയ്യണം, തിരിച്ചു വരണം. സെവൻസ് ചെയ്യണമെങ്കിൽ വിളിച്ചു സെവൻസിന്റെ ഷൂട്ടാണ് വരണം, ഡേറ്റ് ഒക്കെ അപ്പൊ തന്നു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് പോരണ്ടേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് സെവൻസിന്റെ ഷൂട്ട് അവിടെ നിന്ന് ആ ഷൂട്ടിന് വേണ്ടി ഞാൻ തിരിച്ച് കോഴിക്കോട് വരുന്നു. ഫ്ലൈറ്റിലാട്ടോ. സന്തോഷങ്ങൾ വന്നു. സെവൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ കാസിനോയ്ക്ക് വേണ്ടിട്ട് ദുബായി പോയി.
ഈ പാസ്പോർട്ട് സെറ്റിൽ ആ അത് കഴിഞ്ഞിട്ട് അവിടെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു അടുത്ത ഷൂട്ട് ബാങ്കോക്കാന്ന്. അമ്പോ നമ്മുടെ കത്തല് പിന്നെ ഇതേ പോണു ബാങ്കോക്ക്. പിന്നെ മക്കളോടൊക്കെ പറഞ്ഞു ഇനി ചിലപ്പോ ഞാൻ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കിട്ടുമ്പോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ബാങ്കോക്ക് അടിച്ചു പൊളിച്ചു വന്ന് നല്ല വർക്കായിരുന്നു, നല്ല രസമായിട്ട് പോയ അടിപൊളിയായിരുന്നു. കുറെ കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട്. അന്നാണ് റോമ ഞാനും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു. കൂട്ടായി. അപ്പൊ അപ്പോഴാണ് ഇത് വന്നതല്ലേ? അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു. കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചേച്ചി പിന്നെ ഇവിടെ ബാങ്കോക്ക് കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞേ കൗബോയ് എന്ന് പറഞ്ഞൊരു പടം മലേഷ്യയിൽ ഷൂട്ട്, പാസ്പോർട്ട് ഇല്ലേ ചേച്ചിക്ക്? ഞാൻ പിന്നെ നേരെ പോണു കൗബോയ് ഷൂട്ട്. ഞാന് ലേന ആസിഫ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ഗാങ് ആയിട്ട് നേരെ ഇർഷാദ് ഒക്കെ കൂടെ മലേഷ്യ. ഓ അവിടെ പോയി കുറച്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫസ്റ്റ് ഷോ ആ വന്ന് അതാണ് ദൈവത്തിന്റെ ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞ എനിക്കെന്ന് പറഞ്ഞ ഒരിക്കൽ പോലും കിട്ടാത്ത ഓരോ കാര്യങ്ങളാണ്. ഇവിടെ വന്നൊരു 4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ USA ഒരു ഷോയ്ക്ക് വിളിക്കുന്നു. അപ്പൊ ഞാൻ USA എന്നിട്ട് പറയുന്നു 9 രാജ്യങ്ങളുണ്ട്. എന്റെ ദൈവം USA 9. അങ്ങനെ USA പോയി. അത് കഴിഞ്ഞ് സിംഗപ്പൂർ പോയി, ഓസ്ട്രേലിയ പോയി, പോയി, USA തന്നെ 9 വർഷം പോയി. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തില് ഈ പാസ്പോർട്ട് ലക്കായിട്ട് കിട്ടിയത്. ഞാൻ കിട്ടിയ എടുത്ത ആളോട് ഞാൻ പ്രാർത്ഥിക്കാം, തന്ന ആള് നന്നായി വരട്ടെ. കാരണം അദ്ദേഹത്തിന്റെ കൈ നല്ലൊരു കൈ. 9 വർഷം ഞാൻ പോയി. അത് കഴിഞ്ഞ് ദുബായിൽ കുറെ ഷോ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ UK പോകുന്നു. ഇതൊക്കെ നമ്മുടെ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്തൊരു കാര്യങ്ങളാണ് എനിക്ക് നടന്നത്. ഒരുപാട് കൺട്രീസിലൊക്കെ പോയിട്ടുണ്ടല്ലേ? ഒക്കെ ദൈവാനുഗ്രഹം പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു കള്ളത്തരം അമ്മിളിച്ചേട്ടൻ കൈയോടെ പൊക്കിയിട്ടുണ്ട് ഇല്ലേ? ആരാ പറഞ്ഞത്? എല്ലാം അറിയുന്നവൻ ഭവാൻ. അതെ, നമുക്ക് ഇങ്ങോട്ട് നിന്ന് അതെന്താ അതെങ്ങനെയാ പിടിച്ചേ? അത് ഒന്നും പറയണ്ട. അത് റെപ്കോ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണയുണ്ട്, അതിന്റെ ഒരു പരസ്യമാണേ. അപ്പൊ ഞാൻ എല്ലാം എടുത്തു വെക്കും, പരസ്യവും അതും ഇതും ഷൂട്ടിന്റെ ഒന്നും. അപ്പൊ അങ്ങനെ ആ പരസ്യം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് റെപ്കോയുടെ ഷൂട്ടിന് പോകണം. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ അമ്പിളിച്ചേട്ടന് ഞാനും കൂടെ അഭിനയിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ചേട്ടൻ സെറ്റാണോ? അല്ലല്ല, ഞങ്ങള് മറ്റേ ഭദ്രസാറിന്റെ പടം. അപ്പൊ ചേട്ടന് അന്ന് ഷൂട്ടില്ല, പിറ്റേ ദിവസം ഷൂട്ടില്ല. കാരണം ചേട്ടനെ ഇങ്ങോട്ട് പോരുകയാണല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ഇവിടെ വരികയും ചെയ്യണം, ഈ പരസ്യം ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മൂമ്മയ്ക്ക് എന്നെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അമ്മയുടെ പറയാൻ പറ്റില്ല, അമ്മൂമ്മ ഇല്ല, മരിച്ചുപോയ ആളാണ്. അപ്പൊ നമുക്ക് പറയാമല്ലോ. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുക, അപ്പൊ അമ്മൂമ്മ എന്നെ കാണണം എന്ന് പറഞ്ഞ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്ന് പോയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു പാവം അവരുടെ അമ്മൂമ്മയല്ലേ, എടുത്ത് വളർത്തിയതല്ലേ, പോയി കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു കടന്നു. ഞാൻ അവിടെ നിന്ന് ഓടി വന്നു. പിറ്റേ ദിവസം ഞാൻ ഷൂട്ടിന് പോയിട്ട് ബാഗൊക്കെ തൂക്കി പിടിച്ച് ഇതേപോലെ ചെന്ന് നോക്കുമ്പോൾ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ചാരിയസേലിൽ ഇരിക്കുന്നു. ഞാൻ ചിന്തത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ദീപു ആണെന്ന്. ദീപു എന്ന് പറഞ്ഞ കൺട്രോളർ. ഞാൻ പറഞ്ഞു ദീപു ഇതെന്താ അമ്പിളിച്ചേട്ടൻ? ചേച്ചിയുടെ ഭർത്താവായിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ പോകുകയില്ല, എനിക്ക് ചെയ്യണ്ട, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞു? എന്ത് പറയും ചേച്ചി, വേഗം പോയിട്ട് മേക്കപ്പ് ഇട്ട് ചേച്ചി സമയം. അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പം ചേട്ടന് ഒരു കുസലില്ല ചേട്ടാ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ചേട്ടാ റെഡിയാവ്. ഞാൻ പോയി ചേട്ടൻ മറന്നു പോയിട്ടുണ്ട്, അതെന്ന് വെച്ചാൽ എനിക്ക് സന്തോഷം. ഞാൻ റെഡിയായി. ഓരോ ഷൂട്ട് കഴിയുമ്പോൾ ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്നേ ഇല്ല. അപ്പം ഞാൻ ഇടയ്ക്ക് വന്നു ചേട്ടാ ചേട്ടൻ എപ്പോ എത്തി? അപ്പോഴും ഒന്നും പറയാം ഞാൻ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോരുന്ന സമയം ഇപ്പൊ പിറ്റേ ദിവസം എനിക്ക് അവിടെ എത്തണമല്ലോ. ഞാൻ ചേട്ടാ നാളെ നമ്മൾ അവിടെ ഷൂട്ടിന് പോകുന്നു, ചേട്ടാ എപ്പോഴാണ് പോണേ? ഞാൻ ഇപ്പം പോകും. എന്നാ നീ എപ്പോ പോണു? അത് ചോദിക്കില്ല, അതും ചോദിക്കുന്നില്ല. അപ്പം ചേട്ടാ അവിടെ ചെല്ലുമ്പോ പറയരുത് എന്തോന്ന്, അല്ല ഞാനിവിടെ ഉണ്ടെന്ന്. ഞാനിതിനെ പറയണത്, നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കെന്ത്? ചേട്ടൻ സമാധാനായി. ഞാൻ പിറ്റേ ദിവസം അവിടെ ഷൂട്ടിന് നിന്ന് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ല അംബികയുടെ അമ്മൂമ്മ ഇന്നലെ എന്തോ വെളിച്ചെണ്ണയൊക്കെ തെച്ച് കുളിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പം പിന്നെ വെളിച്ചെണ്ണ അപ്പം എല്ലാവരും എന്നെ നോക്കുക. ഞാൻ പിന്നെ അങ്ങനെയല്ല, അല്ല റെപ്കോ വെളിച്ചെണ്ണ തേച്ചുള്ള അമ്മൂമ്മ കുളിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല ഞാൻ കണ്ടിരുന്ന റെപ്കോ അവിടേക്കല്ലേ കൊണ്ടുപോയത്. ഇങ്ങനെ പറഞ്ഞ് അവിടെ മൊത്തം അറിഞ്ഞ് എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് സ്വന്തം അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞു പോരുത്, നിങ്ങൾ കാര്യം പറഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നാ അവിടെ ഫുൾ കൊളമാക്കി. അതിനുശേഷം ഞാൻ അത്ര വലിയ ഭയങ്കര പേടി. കാരണം ആരെങ്കിലും കണ്ടുപിടിക്കുമല്ലോ. അതുപോലെ ഫോൺ ചെയ്യുമ്പോഴും പണ്ടൊരു റിലയൻസിന്റെ ഫോണായിരുന്നല്ലോ, നമ്മൾ എവിടെയാ നിൽക്കുന്നതെന്നുള്ളതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അയ്യോ ഞാൻ പുറപ്പെടുമ്പോ പറയും ഞാൻ ഇവിടെ എത്തി, എവിടെ എത്തി? അപ്പൊ അതിലെങ്ങാണ്ട് കാണുമോ? ഞാൻ അതും റിലയൻസ് പട്ടെന്ന് തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞ കുറെ കള്ളത്തരങ്ങൾ.
ചേച്ചി അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ വീട് ഫുൾ നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു. അതെ, എന്തൊക്കെയോ ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞു. വീട് കണ്ടു, എനിക്ക് ചേച്ചി സാരി ഒക്കെ തന്നു. അപ്പം എല്ലാം നടക്കട്ടെ, വിശേഷങ്ങളൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ചേച്ചി താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. എന്തൊക്കെയോ പറയുന്നു. അതെ, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞില്ലേ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ കാണാൻ പറ്റിയത് സന്തോഷം.